ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ മൈസൂർ പോയ വീഡിയോ ആണ്. 1 ഡേ ട്രിപ്പാണ് പോയത്. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 4:30 മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോകുമ്പോഴുള്ള ആ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അതായത് ആ സൂര്യൻ ഉദിക്കുമ്പോഴുള്ള ആ ചുവപ്പും പിന്നെ നല്ല തണുപ്പായിരുന്നു. തണുപ്പ് എന്ന് വെച്ച് നല്ല മൂടൽമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതായത് രാവിലെ പോകുമ്പോൾ ഞങ്ങൾ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ, കടി തിന്നാൻ നിന്നിട്ടില്ല. കാരണം കടി തിന്നാൽ പണി പാളുമെന്ന് വിചാരിച്ചു. കാരണം പൊതുവെ അനുഭവമുണ്ട്, കടിയും കൂടി തിന്നിട്ട് പോയാൽ ഛർദ്ദിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായ മാത്രം കുടിച്ചിട്ട് നമ്മൾ പോയി. അപ്പോൾ കാറിന് വിശപ്പുള്ളത് കൊണ്ട് ചിപ്സും പിന്നെ കുറച്ച് ഗ്രേപ്സും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിപ്സൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് എത്താനാകുമ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിച്ചു. ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ചായ കുടിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോയത് മൈസൂർ സൂവിലേക്കാണ്. അപ്പോൾ മൈസൂർ സൂവിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ഒരു അണ്ടർ വാട്ടർ ടണൽ ഉണ്ടായിരുന്നു, ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കയറിയിട്ടില്ല. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ വരുമ്പം കയറാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് മൈസൂർ സൂവിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ കാർ പാർക്കിംഗ് ചെയ്യാൻ പോയി. അവിടെ കാർ പാർക്കിംഗ് ചെയ്ത സമയത്ത് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ കല്ലുമ്മക്കായ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് കല്ലുമ്മക്കായെല്ലാം കഴിച്ചു. ഞങ്ങളെങ്ങനെ സൂവിലേക്ക് എൻട്രി ചെയ്യലാന്ന്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മളെ അവർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട്. ബാഗും കാര്യങ്ങളും, മിഠായി ഒന്നും ഉള്ളിലേക്ക് എടുക്കാനൊന്നും പറ്റൂല. ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഐസും ഞാൻ കുറച്ച് ഓറഞ്ചൊക്കെ എടുത്തിട്ട് ബാഗിൽ വെച്ചിരുന്നേനും. അപ്പം കുട്ടിയുള്ളത് കൊണ്ട് അത് എടുത്തോന്ന് പറഞ്ഞേനും. ഞങ്ങൾ മിഠായിയൊക്കെ എടുത്തിരുന്നേനും അതൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പുറത്ത് വെപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഉള്ളിൽ കുറേ കാണാനുണ്ടായിരുന്നു. സൂവിൽ ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒരുപാട് കാണാനുണ്ട്. അയ്യോ നോക്കുന്ന ചിരിച്ചാട്ടെ വിളിക്ക്. ഇവിടെ ഇപ്പം കാണാൻ പോകുന്നത് ടൈഗറിനെയാണ്. അപ്പം ഓരോരോ ജീവികൾക്കും അതിൻ്റേതായ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറേ ആനിമൽസ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോയിൽ അതൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കുറച്ച് ആനിമൽസിൻ്റെ മാത്രമേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. സൂയിൽ ഒരുപാട് കാണാനുള്ളത് പോലെ തന്നെ ഒരുപാട് നടക്കാനും ഉണ്ട്. ഇപ്പോൾ നടക്കാൻ പറ്റാത്തവർക്കൊക്കെ അവിടെ വണ്ടിയൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് കയറുമ്പോൾ അവിടെ ഏതൊക്കെ മൃഗങ്ങളാണെന്നൊക്കെ അവിടെ പിക്ചറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഐസുമോൻ എല്ലാം ഒരു കൗതുകത്തോടു കൂടി വീക്ഷിച്ചു കൊണ്ടേയിരിക്കലാണ് എല്ലാം. ആന പറഞ്ഞിട്ട് ആന ആന ആനയാ ആനയെടുത്ത് ആന കൊടുക്കട്ടെ. അയച്ചുന അയ്യോ അയച്ചു. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അവിടെ ഒരു സ്റ്റോറൊക്കെ കണ്ടു. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പോപ്കോണും സ്വീറ്റ്കോണും അതും ഇതും ചോക്ലേറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ സ്വീറ്റ് കോണൊക്കെ വാങ്ങി. പിന്നെ മൈസൂർ പാക്കും വാങ്ങി. അത് നല്ലതുണ്ട് മൈസൂർ പാക്ക്.
ടാറ്റ പറ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയി സ്നേക്സിൻ്റെ ഗിരിയിലേക്ക്. ഇവിടെ പലതരം പാമ്പുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിന്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സൂവിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോക്കാണ്. നെക്സ്റ്റ് സ്പോട്ട് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.